നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് എന്താണ്, നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ ഒരു ഗൈഡൻസ് എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഒരു കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും നമ്മളിവിടെ നോക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ പേഴ്സണുള്ള ഒരു ഗൈഡൻസ്, നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ടുന്ന ഗൈഡൻസുകൾ, ഇതൊക്കെ നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് അത് എംപറർ കാർഡ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഈ ഒരു കാർഡിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലോ ഒക്കെ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണും വിഷമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ടൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരാനും ഒത്തിരി ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയതിനു ശേഷം ശരിക്കും ഇവര് മറ്റൊരു സിറ്റുവേഷനിലേക്കോ മറ്റൊരു പേഴ്സണിലേക്കോ ആയിരിക്കാം ഉണ്ടാവുക. അപ്പൊ ആ ഒരു സ്ഥലത്ത് ഒരു ബാഡ് സിറ്റുവേഷൻ ആണ് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പച്ചപ്പ് തേടി പോയ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കിട്ടുന്നത്. ആ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അത്ര നല്ല സുഖമുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാവുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ അത്ര നല്ല ഒരു സമാധാനം സന്തോഷം ഒന്നും കിട്ടാത്ത രീതിയിൽ ഉള്ള ഒരു സ്ഥലത്താണ് ഇവർ നിൽക്കുന്നത്. ആ ഒരു പേഴ്സൺ ഇവരുടെ കൂടെയുള്ള ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ സ്വഭാവം, അവരുടെ ഒരു സ്വഭാവം ഈ ഒരു പേഴ്സണെ വല്ലാത്ത രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. പിന്നെ നിങ്ങളിലേക്ക് അതൊന്ന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് വളരെയധികം ആഗ്രഹമൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ആ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചപ്പോൾ പലപ്പോഴും അവരതങ്ങനെ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോഴെല്ലാം അതിനൊരു ബ്ലോക്കേജ് ആണ് വന്നിട്ടുള്ളത്. ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. അവരായി എടുക്കുന്ന ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ ഒക്കെ ശ്രമിക്കുമ്പോൾ അവിടെ കുറച്ച് ഒരു വ്യക്തിയോ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ ചേർന്നിട്ട് ആ ഒരു കാര്യത്തിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഇതിനെ നശിപ്പിച്ചു കളയുക, അവരുടെ ആ ഒരു ചിന്തകളെ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കുറച്ച് എനിമീസ് ആണ് ആ ഒരു വ്യക്തിയുടെ. ഇപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ആയി പോയ സമയത്ത് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഇവർക്ക് പഞ്ചാരയായിരുന്നിരിക്കാം. അതായത് നല്ല ആളുകളായിരുന്നിരിക്കാം, അവരായിരുന്നു ട്രൂത്ത് ആയിട്ടുള്ള സത്യം മാത്രം പറയുന്നവർ, സത്യം ചെയ്യുന്നവർ, നല്ല രീതിയിൽ പോകുന്നവരും അവരായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളപ്പം മോശക്കാരായിരുന്നിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് അത് മനസ്സിലാവുകയാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ എനിമീസ് ആണ് എന്നുള്ള കാര്യം ഈ വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവര് ആ ഒരു സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് പിന്നെ 4 ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തി ചെന്നെത്തിയിരിക്കുന്ന ആ സിറ്റുവേഷനിലുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സണെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു അത്യാഗ്രഹം ഉള്ള ഒരു കൂട്ടരെയാണ് നമുക്ക് ഈ ഒരു
റീഡിങ്ങിൽ കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവരുടേതായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പേഴ്സണെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. അത് ഈ ഒരു പേഴ്സണും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഹോൾഡിംഗ് മാനർ ഇവർക്ക് പിടികിട്ടുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് ഈ ഒരു പേഴ്സണ് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് പൈസയൊക്കെ ഒന്ന് സേവ് ചെയ്ത് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ പിടിച്ച് ചെലവഴിക്കാനായിട്ട് ഒരു മണി മാറ്റേഴ്സിനൊക്കെ ഒരു സെക്യൂരിറ്റി കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നീട് വരുന്നത് ദ മജീഷ്യൻ കാർഡ് റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളെയും കുറെ ആളുകൾ ചേർന്നിട്ട്, അപ്പോൾ ഈ ഒരു എനിമീസ് പറഞ്ഞു വിടുന്ന കുറച്ച് വ്യക്തികളാകാം നിങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു തരത്തിലും നിങ്ങളെയും ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അടുപ്പിക്കാതിരിക്കാനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും അതുപോലെ തന്നെ മെന്റൽ ക്ലാരിറ്റി തരാതെ ഇവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിയാണ് നിങ്ങളെ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുമ്പോൾ നിങ്ങൾക്കും ഒരു മെന്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു സെൽഫ് ഡൗട്ട് അടിച്ചിട്ട് ഈ ഒരു പേഴ്സൺ എന്റെ കഴിവില്ലായ്മ കൊണ്ടാണോ അല്ലെങ്കിൽ എന്റെ ഒരു മോശ സ്വഭാവം കൊണ്ടാണോ എന്നിൽ നിന്ന് മാറിപ്പോയത് എന്നുള്ള രീതി, അല്ലെങ്കിൽ ഇവരെന്നെ ഉപേക്ഷിച്ച് പോയി ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്നൊരു ഡിസിഷനൊക്കെ നിങ്ങൾ എടുക്കും. കാരണം നിങ്ങൾ അത്തരത്തിലായിരിക്കാം ആ ഒരു പേഴ്സൺസ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഒരു വിശ്വാസം, ഈ ഒരു പേഴ്സണിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ മറ്റു വ്യക്തികൾ പറയുന്ന ആ ഒരു ഇതിൽ ട്രസ്റ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് വാൻഡ്സ് ആണ്. 5 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെയധികം ഡിസഗ്രിമെന്റ്സ് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പല കാര്യങ്ങളിലും ഡിസഗ്രിമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാകാം. കോൺഫ്ലിക്ട്സുകളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എന്നിട്ട് നിങ്ങൾ തമ്മിൽ പല എൻ്റെ ഒരു ഭാഗം ജയിക്കാനാ അല്ലെങ്കിൽ ഞാനാണ് ജയിക്കുക എന്നുള്ള രീതിയിൽ മത്സരങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു പേഴ്സണും അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സുകളൊക്കെ നടന്ന സമയങ്ങളിൽ ഇവർ നല്ല രീതിയിൽ നിങ്ങളോട് ഫയർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു ടെൻഷൻ ആവുകയാണ്. ഇനി നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരികയോ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യാതാൽ നിങ്ങൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പെരുമാറുമോ അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ച് അവർ റിജക്ട് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് ഈഗോയും ഒക്കെ ഉള്ള വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഇച്ചിരി ഒരു ലാക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ദ ഹൈ പ്രിസ്റ്റീസ് കാർഡാണ്. ഓക്കെ, ഇവിടെ ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് തന്നെ ഒരു തോന്നലുകൾ ഉണ്ടാവുകയാണ്. ആ ഒരു തോന്നലുകളുടെ പുറകെ ഇവർ പോകാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ ഇവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നും ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നും ഒക്കെ ഉണ്ട്. അവരതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പല വ്യക്തികളും അതിന് തടസ്സമായി നിൽക്കുന്നു, സിറ്റുവേഷൻസ് അതിന് തടസ്സമായി നിൽക്കുന്നു. അങ്ങനെ അത് അങ്ങ് ബ്രേക്കപ്പ് ആയി പോകുന്നു. ആ ഒരു രീതിയിലാണ് അത് അവർക്ക് ഒരു സക്സസിലേക്ക് എത്തിക്കാനായിട്ട് വരുന്നില്ല. പക്ഷെ എപ്പോഴും ഇവർക്കൊരു ഇൻഡ്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകണം, ട്രസ്റ്റ് ചെയ്യണം, ഈ ഒരു റിലേഷൻഷിപ്പ് വരും എന്ന രീതിയിൽ. പിന്നെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സ്വപ്നങ്ങളിലൊക്കെ ഡ്രീംസിലൊക്കെ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള വഴികൾ, ഐഡിയാസ്, ഇത് നോർമൽ ആക്കാനും ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ആളുകളെ മാറ്റിവിടാനും ഒക്കെയുള്ള സിമ്പിൾസ് യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള സിമ്പിൾസ്, സയൻസ് ഒക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഈ ഡ്രീംസിലേക്ക് എത്തിപ്പെടാം എന്നുണ്ടോ. അപ്പൊ ആ ഒരു ഡ്രീംസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങൾക്കും ലഭിക്കുന്നുണ്ടാകാം. ചില സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം. നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ വരുന്നതായിട്ടും നിങ്ങൾ അവരിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ അവരുടെ ലൈഫിലേക്ക് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സയൻസ്, അത് ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറയാനായിട്ട് പലർക്കും ഞാനിത് പറയുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ഡ്രീംസ് കണ്ടിരുന്നല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഐഡിയാസ് നൽകുന്ന അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആകും എന്ന് നിങ്ങളെ അറിയിക്കുന്ന സിമ്പിൾസ്, സയൻസ് ഒക്കെ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സണും അത്തരത്തിലുള്ള ഒരു ഡ്രീംസും ഒക്കെ കിട്ടുന്നുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് അവർ തയ്യാറായി നിൽക്കുന്നു ആദ്യം എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്ന ഒരു കാർഡ്.
അപ്പോൾ ഇവിടെ നിങ്ങളോടും യൂണിവേഴ്സ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഈ സാമ്പത്തികപരമായ കാര്യങ്ങൾ അടിച്ചു മാറ്റാനായിട്ട് നിൽക്കുന്ന ആളുകളെയും, അല്ലെങ്കിൽ എന്ത് ലാഭത്തിന് വേണ്ടിയോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലാഭത്തിന് നിൽക്കുന്ന ആളുകളെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഒരുവിധം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളോടൊപ്പവും ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണി മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്ന ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി നിങ്ങളിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് മണി മാറ്റേഴ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, ജീവിതത്തിലെ എന്ത് കാര്യത്തിലായിക്കോട്ടെ, വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. മണി മാറ്റേഴ്സിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മണി മാനേജ് ചെയ്യുന്നതിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല രീതിയിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തണം എന്നുള്ള ഒരു എനർജിയാണ്. കാരണം ഭാവിയിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പൈസ ഇല്ലാത്ത അവസരങ്ങൾ വരാൻ, അല്ലെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുള്ള അവസരങ്ങൾ വരാനായിട്ടുണ്ടാകാം. അതായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ദ ചാരിയറ്റ് കാർഡ് റിവേഴ്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്റ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് അടിയിൽ പോയൊരു അവസ്ഥയിലായിരിക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു ഒട്ടും എനർജി ഇല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു നിങ്ങളുടെ ലൈഫിന് തന്നെ മൊത്തത്തിൽ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. ഇതെല്ലാം എൻ്റെ വിധിയാണ് എന്ന രീതിയിൽ നിങ്ങൾ ഇത് വിധിയെ പഴിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരവസ്ഥ, ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക. കാരണം ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയി, അവരവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, ഭയങ്കര സന്തോഷമായിട്ട് നടക്കുന്നു എന്നൊക്കെ ഒരു ഔട്ട്ഫിറ്റ് ആണ് പുറത്തേക്ക് കിട്ടുന്നത്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ കിട്ടുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല, ഇതെന്റെ വിധിയാണ്, ഞാൻ ഇത് അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതേ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗം എന്ന് വരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ നടത്തുക. ആദ്യം തന്നെ നിങ്ങളുടെ കുത്തഴിഞ്ഞ പോലത്തെ ഒരു ലൈഫ് പോലെയാണ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര ഹൃദയവേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം, രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാകാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഡിസിപ്ലിൻസ് എല്ലാം മാറിപ്പോയി. തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ കുളിക്കുന്നു, തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരാണ്, പകുതി ദിവസങ്ങൾ ലീവ് എടുക്കുന്നു. ആ ഒരു രീതിയിൽ എപ്പോഴും തലവേദന, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ മൊത്തത്തിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഡിസിപ്ലിൻ ആക്കിക്കൊണ്ട് വരാനായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഒത്തിരി ആളുകളെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലൈഫേ ഉള്ളൂ. ആ ഒരു ലൈഫ് നല്ല രീതിയിൽ കെട്ടിപ്പടുത്തുകൊണ്ടുവരണം. ഇപ്പൊ ഒരു വ്യക്തി പോയി, ഒരു വ്യക്തി വന്നു, ഇതിനെ ആശ്രയിച്ചായിരിക്കരുത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു വ്യക്തിക്കോ മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കോ വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഒരു വഴി, നിങ്ങളുടേതായ ഒരു വഴി വെട്ടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം ഫീലിങ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പല വഴികളും അവർ നോക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു ബ്ലോക്കേജ്, ഈ ഒരു കുറച്ച് ആളുകൾ കൂടി അവിടെ ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീടും അവർ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ തോന്നലുകൾക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഹൃദയം പറയുന്നത് കേട്ടുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു മാസ്റ്റർ കാർഡ് വഴി നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് അവർക്ക് ഇത്രയൊരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു എനർജിയോ ഒന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആയിരുന്നു. അവർക്കൊരു പവറൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഓൾഡർ മാൻ എന്നാണ് കറക്റ്റായിട്ട്, ഒരു വയസ്സായ മനുഷ്യനോ അല്ലെങ്കിൽ വയസ്സായ സ്ത്രീയോ പുരുഷനോ ആരുമാട്ടെ, അല്ലെങ്കിൽ ഒരു അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാള് ആ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് അവർക്ക് നല്ല ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഒന്ന് കാമായിട്ടും ലോജിക്കലായിട്ടും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒന്ന് സെറ്റ് ആക്കാനായിട്ട് സാധിക്കും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങിത്തിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ നമുക്ക് ഓൾറെഡി 2 ഗൈഡൻസ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് നമ്മളുടെ ലൈഫ്.
പല വ്യക്തികളും ജീവിതത്തിൽ വരും പോകും നിൽക്കും, അവർ പല ഡ്രാമാസ് ഇറക്കും, ഇതൊക്കെ നടക്കും, ഇതൊക്കെ ലൈഫാണ്, ഇതൊക്കെ നടക്കും, ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. പക്ഷെ നമ്മുടെ ലൈഫ് ഒരു പാട്ടിൽ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകണം, നല്ല രീതിയിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് ഇടുന്നത് യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, അവരെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി റീഡിങ്ങിൽ പറഞ്ഞതാണ്. അവർ ഹൃദയം പറയുന്നത്, അവർ ഇത്രയും നാളും ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ ഇതാണ് നല്ലത്, ഈ ഒരു സിറ്റുവേഷൻ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവരുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്, ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു ആൻഡ് ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, ഒരു സമയത്ത് വളരെയധികം ശൂന്യതയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ അവർ ഒത്തിരി മാറ്റങ്ങൾ അവരിൽ വന്നു. ഹാർഡായിട്ടുള്ള ലെസൺസ്, ഒത്തിരി കഷ്ടപ്പാടിന്റെ പാഠങ്ങൾ അവർ പഠിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അൻറ്റിൽ ഐ ക്യാൻ മീറ്റ് യു അഗൈൻ. ലവ് യു. ഓക്കെ, ഒരു സമയത്ത് അവർ പറയുകയാണ് നിങ്ങളെ അവർക്ക് ലഭിച്ചതിൽ അവർ വളരെ ഭാഗ്യവതിയാണ്, ഭാഗ്യവാനാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവർ കൗണ്ടിങ് അവേഴ്സ്, നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ദിവസത്തിലേക്കുള്ള മണിക്കൂറുകളും ദിവസങ്ങളും എന്നെ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ലവ് യു, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നാണ് അവർ ഈ ഒരു സമയത്ത് പറയുന്നത്. ഓക്കെ, ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ വരുന്നത് മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളായിരിക്കാം. ഹിയറിംഗ് ഇഷ്യൂസ്. ഫോളോ ന്യൂ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 10. ഓക്കെ, ഐസ്ക്രീം ലവർ. ലെറ്റർ വി. ലെറ്റർ ബി. ക്രിക്കറ്റ്. ഈഗോ. ഓക്കെ, നമുക്ക് റീഡിങ് കിട്ടിയതാണ് ഈഗോ ഉള്ള പേഴ്സൺ ആണ് എന്നുള്ളത്. 1992, 1987, 1994. ടാറ്റു ഓൺ നെക്ക്. കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം. ചൈൽഡിഷ് ആയിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 33. ലെറ്റർ ഒ. ലെറ്റർ ആർ. നമ്പർ 12. സെൻസിറ്റീവ്. ഗ്രീൻ കളർ. ഫോട്ടോഗ്രാഫി. നമ്പർ 48. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.